ഇന്ന് നമ്മൾ ഓണമായിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചെത്തി പറിച്ചെടുക്കാൻ പോവുകയാണ്. വാ. ഇപ്പൊ ചേട്ടനാണ് സാധാരണ ഇതെല്ലാം ചെയ്യാറുള്ളത്. ചേട്ടൻ സൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നു. ഇത് മഴ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാട് പിടിച്ചതേ. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും അങ്ങനെ കാട് പിടിക്കാറില്ല. അപ്പൊ ലേക്കൊക്കെ ഓണം വരുത്തണ്ടേ നമുക്ക്. അപ്പൊ ലേക്കൊക്കെ ഓണം വരുത്തണമെങ്കിൽ നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. ലേക്ക് ഓണം വരുത്താനായിട്ട് എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഒരു ബോളും ഉണ്ട് വായിക്കകത്ത്. ആ ലേക്ക നമുക്ക് വൃത്തിയാക്കാം. വാ, എടുത്തോ, പിടിച്ചോ. വേണ്ടറിയാ ഇത് കണ്ടോ, നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നമ്മൾ ലേക്കയുടെ വീടിന്റെ മുകളിൽ കുറച്ച് തണലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. പടർന്നു വരുന്നതേ ഉള്ളൂ. ഇത് കുറ്റിയാട്ടൂർ മാവാണ്. അതിന്റെ ചുവട്ടിലും കുറച്ച് കാടെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് സാമ്പാർ ചീരയാണേ. ഇത് നമ്മുടെ കാന്താരി മുളക് കാച്ചിട്ടുണ്ട്. കുറച്ച് തീരാറായിട്ടുണ്ട്. ഇതുണ്ട്. ഞാൻ കുറേ കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കഴിയുന്നതിന് മുന്നേ ഇത് പറിക്കേണ്ടി വരും. ഞാനിവിടെ കാട് വൃത്തിയാക്കുന്ന സമയത്ത് കുട്ടികൾ എടുത്ത് ഞാൻ പറഞ്ഞു, കാന്താരി നല്ലോണം പഴുത്ത് നിൽപ്പുണ്ട്, അതും കൂടെ ഒന്ന് പറിച്ച് വെച്ചോളാൻ. അപ്പോൾ അവരത് പറിക്കുന്നുണ്ട്. ഒരു ബോട്ടിലിൽ പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ചക്ക, കപ്പ ഇതെല്ലാം വയ്ക്കാനായിട്ട് നമുക്ക് മുളകായി. വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കി വൃത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ഓരോ ദിവസമായിട്ട് തീർക്കണം. തിരുവോണം ഇങ്ങ് അടുത്തില്ലേ, അപ്പോൾ അതിന് മുമ്പേ തീർക്കണം. ബൈ.